ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി സോപ്പുമായിട്ടാണ്. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ്. നമ്മൾ വെറുതെ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്താൽ തന്നെ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എന്ത് അടിപൊളി റിസൾട്ടാണെന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലേസിങ് കിട്ടുന്ന സോപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ, അതുപോലെ ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ ആയാലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, നമ്മളെ സാധാരണ കാപ്പിപ്പൊടി എടുത്താലും അതിനൊരുപാട് തരികളുണ്ടാകും. അതുപോലെ എടുത്തിട്ടുള്ളത് ആലോവേര ജെല്ലാണ്. ഫ്രഷ് ജെല്ലല്ല വേണ്ടുന്നത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇത് ഹിമാലയയുടെ ജെല്ലാണ്. ഏത് ജെല്ലായാലും മതിയാവും. അതുപോലെ തന്നെ ഇത് ബദാം ഓയിലാണ്, അതായത് ആൽമണ്ട് ഓയിൽ. ഇനി ഇതുപോലെ പ്യുവർ ആയിട്ടുള്ള ആൽമണ്ട് ഓയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആയാലും മതിയാകും. നമുക്കിനി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ആ കണ്ടെയ്നറിൽ തീരാറായിട്ടുണ്ട്, എങ്കിലും 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബദാം ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിലുള്ള ബദാം ഓയിലാണ് ചേർക്കുന്നത്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ അളവിലുള്ള. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അലോവേര ജെല്ലും ഈ ഓയിലും കോഫി പൗഡറും കൂടി ഒന്ന് മിക്സായിട്ട് വരും, ഒന്ന് മെൽറ്റായി കിട്ടും, ഒന്ന് മിക്സായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിത് സോപ്പ് ബേസ് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്കിത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന സോപ്പ് ബേസാണ്. ഇതുപോലെ ഒരു സോപ്പ് ബേസ് മേടിച്ച് വെച്ചാൽ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല നല്ല സോപ്പുകൾ, ക്യാരറ്റ് സോപ്പ്, ഞാൻ തന്നെ ഇതിനു മുമ്പ് പൊട്ടറ്റോ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റോസ് ഫ്ലവർ കൊണ്ടുള്ള സോപ്പ്, അങ്ങനെ എന്ത് സോപ്പും നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സോപ്പ് ബേസിൽ ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പ് ബേസാണ്. ഇതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ സോപ്പ് ബേസ് ഇതുപോലെ മേടിച്ച് വെച്ച് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള പിയേഴ്സിൻ്റെ സോപ്പില്ലേ, അതായാലും മതിയാകും. അതിൻ്റെ 25 ഗ്രാമിൻ്റെ ചെറിയൊരു സോപ്പ് മതിയാവും. അതിനെയും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടുക, അല്ലെങ്കിൽ ഗ്രേറ്ററിൽ എത്തുന്ന ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അതും പിയേഴ്സിൻ്റെ സോപ്പും ഇതുപോലെ തന്നെ മെൽറ്റായിക്കോളും. ഇനി ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് പിടിക്കാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ടാണ് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ സിസ്റ്റത്തിലൂടെ ഓവനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെച്ച പാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. പിന്നെ 1-2 മിനിറ്റ് അത്രത്തോളം മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ സോപ്പ് നന്നായിട്ടൊന്ന് മിക്സായി നല്ല മെൽറ്റായി നല്ല വെള്ളം പോലെയുള്ള രൂപത്തിൽ ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ മാത്രം തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഫി പൗഡറിൻ്റെ മിക്സ് ഇപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ? ഇനി ഇതിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ പണി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കോഫി പൗഡറിൻ്റെ ആ പേസ്റ്റും സോപ്പിനെ ഉരുക്കിയെടുത്തതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ, വെള്ളത്തിൽ നിന്ന് ഇതിനെ മാറ്റുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടെയ്നർ, ഇപ്പോൾ സോപ്പ് മോൾഡൊക്കെ ഓൺലൈനിൽ കിട്ടും. ഇപ്പം ഞാനിവിടെ സാധാരണ ചെറിയ 2 കണ്ടെയ്നേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി, നമ്മൾ കേക്കിന് ട്രേ ഒക്കെ നന്നാക്കുന്നത് പോലെ ചെറിയതായിട്ട് വെളിച്ചെണ്ണ തൂവി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടൊന്നും മാറാൻ അനുവദിക്കരുത്. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് ആ ഒരു ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിക്കൊന്നും ഒഴിക്കണമെന്നില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. കുഞ്ഞു സോപ്പായി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട് നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കുന്നവർക്കാണെങ്കിൽ വെക്കാം, അതിൽ ചൂട് മാറിയതിന് ശേഷം. അല്ലാതെ തന്നെ ഒരു 4 മണിക്കൂറൊക്കെ കൊണ്ട് നന്നായിട്ട് സെറ്റാക്കി കിട്ടും. ഞാനിവിടെ എനിക്കൊരു 5 മണിക്കൂറിന് ശേഷമാണ് ഇതിനെ എടുക്കാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ അതാണ്ട് 5 മണിക്കൂറിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും നമ്മുടെ സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറ്റുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോഫി പൗഡർ കൊണ്ടിട്ടുള്ള പാക്കുകൾ. ഇനി വരുന്നുണ്ട് കോഫി പൗഡർ കൊണ്ടിട്ടുള്ള ഒരു ഫേഷ്യൽ, ഒരു കംപ്ലീറ്റ് കോഫി പൗഡർ ഫേഷ്യൽ ഉടനെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കോഫി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറുകളിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വളരെ ഈസിയാണ്. എനിക്കിതിന് അടപ്പും കൂടി ഉള്ളതാണ്. ഇതുപോലെ അടച്ച് ഇതിനെ ഒരാഴ്ചയിൽ കൂടുതൽ ഈ സോപ്പ് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലത്ത് ഒരുപാട് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിനുശേഷം ഒരു സോപ്പ് തീരുമ്പോൾ മറ്റേ സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.